പാകിസ്ഥാനിലെ റാവൽകോട്ടിലെ മിലിറ്ററി ബേസുകളിലും സൈന്യത്തിനും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ റാവൽകോട്ടിൽ തെഹ്രീക്കെ താലിബാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററിയെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മിലിറ്ററി ബേസുകളെയും അവരുടെ മിലിറ്ററി പോസ്റ്റുകളെയും വലിയ രീതിയിൽ അവർ ആക്രമണത്തിന് ഇരയാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിലെ സൈന്യം പിന്തിരിഞ്ഞോടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെഹ്രീക്കെ താലിബാൻ അറ്റാക്സ് പാകിസ്ഥാൻ മിലിറ്ററി ഇൻ POK's റാവൽകോട്ട്, അതായത് പാക് അധീന കശ്മീരിലെ റാവൽകോട്ടിലാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനി സെക്യൂരിറ്റി പേഴ്സണലുകൾക്ക് കനത്ത നാശനഷ്ടവും മരണവും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായി മരണസംഖ്യ ഇതുവരെ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല. 4 പേർ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അനൗദ്യോഗികമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം ഇത് പുറത്തുവിടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയാണ് പാകിസ്ഥാനിലെ ഈ മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെ തെഹ്രീക്കെ താലിബാന്റെ കനത്ത രീതിയിലുള്ള വെടിവയ്പ് തുടർന്നത്. പോരാത്തതിന് തെഹ്രീക്കെ താലിബാന്റെ ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന മേഖലകളിൽ പാകിസ്ഥാന്റെ ആർമി അവിടെ അറ്റാക്ക് നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ ആർമിക്ക് അവിടെ നേരിടേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭീകരൻ ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വേറൊരു വാർത്ത സൂചിപ്പിക്കുന്നത്. അതിലൂടെ തന്നെ 4 പാകിസ്ഥാനി സെക്യൂരിറ്റി പേഴ്സണൽ, മിലിറ്ററി സെക്യൂരിറ്റി പേഴ്സണൽ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. തെഹ്രീക്കെ താലിബാൻ വലിയ രീതിയിലുള്ള ആക്രമണം ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അടക്കം നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ പാക് അധീന കശ്മീരിലും ഇവരുടെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പാകിസ്ഥാൻ വളരെയധികം ആശങ്കയോടുകൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാന്റെ വസീറിസ്ഥാനിലും സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഈ സമയത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വേറൊരു ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. 22 പേർക്ക്, കുട്ടികളടക്കം 22 പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അത് വസീറിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടാണ്. 4 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് പറയുന്നു. പാക് അധീന കശ്മീരിൽ ചാവേർ ബോംബാക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം പറയുന്നത്. ഇന്ന് 4 തെഹ്രീക്കെ താലിബാന്റെ ഭീകരരെ ഇപ്പോൾ പാകിസ്ഥാന്റെ പോലീസ് അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. റാവൽകോട്ട് ജില്ലയിലാണ് ഇത് സംഭവിച്ചത്. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ളൊരു തീവ്രവാദികളുടെ ഒളിത്താവളം പോലീസ് റെയ്ഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് ഒരു ഭീകരൻ പൊട്ടിത്തെറിച്ചത്. റീജിയണൽ പോലീസ് മേധാവി സർദാർ മുഹമ്മദ് സഹീറാണ് മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. സംശയിക്കപ്പെടുന്ന തീവ്രവാദികൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയും ഒരാൾ സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഒരു പോലീസുകാരനും 4 ഭീകരരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 2 പോലീസുകാരുടെ മരണം ആജ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.